നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ് വാവ് സെറ്റ് പീസ് ഗോളുകൾ കൊണ്ട് ആറാട്ട്. കളിയിൽ 3 ഗോളുകൾ പിറന്നു, 3ഉം അങ്കരത്തിന്, ഒന്ന് സ്വന്തം വലയിലേക്കായിരുന്നു എന്ന് മാത്രം. ഹെഡർ ഗോളുകൾ, ആഴ്സണൽ കോർണർ ഗോളുകൾ, സെറ്റ് പീസ് ഗോളുകൾ കൊണ്ട് പുത്തൻ റെക്കോർഡ് തന്നെ ഇട്ടിരിക്കുകയാണ്. അതേസമയം ചെൽസി റെഡ് കാർഡ് വാങ്ങുന്നത് തുടരുകയും ചെയ്യുന്നു. 2-1 വിജയമാണ് ആഴ്സണൽ ചെൽസിക്ക് മേൽ നേടിയിരിക്കുന്നത്. സാലിബയും ടിംബറുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. ചെൽസിയുടെ ഗോൾ ഹിൻഗബിയുടെ ഓൺ ഗോളായിരുന്നു. മത്സരത്തിൽ ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഗ്യോക്കറസ്, ട്രൊസാർഡ്, എസെ, സാക്ക എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ജാവോ പെഡ്രോ നെറ്റോ, എൻസോ ഫെർണാണ്ടസ്, കോൾ പാൽമർ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ചെൽസിയും ഇറങ്ങിയത്. സാലിബ ആദ്യം ഗോളടിക്കുന്ന 21-ാമത്തെ മിനിറ്റിൽ. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ആഴ്സണലിൻ്റെ വലയിലും പന്ത് കയറുന്നു. രണ്ടാം പകുതിയുടെ 66-ാമത്തെ മിനിറ്റിലാണ് ടിംബറുടെ ഗോൾ പിറക്കുന്നത്. ഏതായാലും ഈ സെറ്റ് പീസ് ഗോളുകൾ കൊണ്ടുള്ള ആറാട്ട് പുത്തൻ റെക്കോർഡിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആഴ്സണൽ 29 കളികളിൽ നിന്ന് 64 പോയിന്റുമായിട്ട് പ്രീമിയർ ലീഗിൽ അവർ 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നത് തുടരുകയാണ്. ഇനി സെറ്റ് പീസിൻ്റെ കഥ അല്ല, സെറ്റ് പീസിൻ്റെ റെക്കോർഡുകളുടെ കഥ. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും അധികം കോർണറുകളിൽ നിന്ന് സ്കോർ ചെയ്ത റെക്കോർഡ് ഇപ്പോൾ ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 16 എണ്ണം. അത് ആഴ്സണൽ മാത്രമല്ല, ഇതിനു മുമ്പ് ഓൾഡ് ഹാം 92-93 16 ഗോളുകൾ കോർണർ വഴി നേടിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബ്രോം 2016-17 16 ഗോളുകൾ കോർണർ വഴി നേടി. ആഴ്സണൽ തന്നെ 2023-24 16 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 2025-26 അവർ വീണ്ടും 16 ഗോളുകൾ നേടിയിരിക്കുന്നു. ഇനി ഒറ്റ ഗോൾ കൂടിയായാൽ പുത്തൻ റെക്കോർഡായി എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ റെക്കോർഡ് ഈക്വലൈസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സീസണിൽ ഇനിയും 89 കളികൾ ബാക്കിയുണ്ട്. സോ റെക്കോർഡ് അവർ തൂക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പം റീസ് ജെയിംസ് കളിക്ക് ശേഷം പറയാൻ നോക്കുക, ഇതാണ് 2026 ഫുട്ബോൾ. 90% ഗോളുകളും സെറ്റ് പീസുകളിലൂടെ വരുത്തും. ആഴ്സണൽ വേൾഡ് ഫുട്ബോളിൽ തന്നെ സെറ്റ് പീസിൻ്റെ കാര്യത്തിൽ ലീഡേഴ്സാണെന്ന് ഞാൻ പറയും. അവരെ തടയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അവർ ഇന്ന് 2 സെറ്റ് പീസ് ഗോളുകളാണ് നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഞങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്നാണ് റീസ് ജെയിംസ് പറഞ്ഞത്. അതോടൊപ്പം ഈ റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ ലിയാം റോസ്നിയർ ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ല, ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് ചെൽസിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പോൾ എന്നെ വളരെയധികം അലട്ടുന്നൊരു കാര്യം, ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം, ഞങ്ങൾ 10 മത്സരങ്ങൾ വിത്തൗട്ട് റെഡ് കാർഡ് കടന്നു പോയിട്ട് ഇപ്പോൾ 2 കളികളിൽ നിന്ന് 2 റെഡ് കാർഡായിരിക്കുന്നു. അതൊരു പ്രോബ്ലം തന്നെയാണ്. ഞങ്ങളത് സോൾവ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ സീസണിൽ 9 റെഡ് കാർഡുകളായിരിക്കുന്നു ചെൽസിക്ക്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.